നമസ്കാരം. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ നോട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ബേസിക്കലി ഇതൊരു ടെമ്പററി കോൺട്രാക്ട് ബേസ്ഡ് ജോലിയാണ്. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് റെയിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 2/5/2026 അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 22/5/2026 ഇത് ഓൺലൈൻ മുഖേനയല്ലേ അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഇമെയിൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഇമെയിലാണ് site.engg.rlda@gmail.com. അപേക്ഷ സമർപ്പിക്കാൻ നമ്മൾ ചേർക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സൈറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലേക്കാണ്. ടോട്ടൽ 40 വേക്കൻസി ഉണ്ട്. അതിൽ 30 വേക്കൻസി സിവിലിനും 10 വേക്കൻസി എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ്. ഇതിൽ മൊത്തം 76,000 രൂപയാണ് മന്ത്ലി ഫീസ് പറയുന്നത്. CTC ആണ്. CTC എന്ന് പറയുമ്പോൾ ഇതിൽ ഇൻകം ടാക്സ് മറ്റ് പേഴ്സണൽ ടാക്സ് ഒക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കിവിടെ സാലറി ലഭിക്കുക. ഒരു 65,000 മുതൽ 68,000-ത്തിലധികം സാലറി ഇവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് BE BTech ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഉണ്ടായിരിക്കണം. കൂടാതെ മിനിമം 55% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ 50% മാർക്ക് എന്ന് പറഞ്ഞാൽ SC ST കാൻഡിഡേറ്റിനാണെങ്കിൽ 50% മാർക്ക് ഉണ്ടായാൽ മതി. പിന്നെ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എക്സാം ബേസിസിലല്ല. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ മാർക്കിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഗ്രോസ് സാലറി ബേസ് ചെയ്തിട്ടൊക്കെ നമ്മുടെ സെലക്ഷൻ ലഭിക്കുന്നത്. ഇതിലേക്ക് എക്സാം ഒന്നും വരുന്നതില്ല. ഇതിൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നത് പാൻ ഇന്ത്യ ബേസിലാണ് വരുന്നത്. ഇന്ത്യയിൽ എവിടെയും നമ്മുടെ ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും എടുത്ത് പറയുന്നില്ല. അതായത് ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇമെയിൽ മുഖേന നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ചാൽ മതി. ഇതിലേക്ക് ജോലി ലഭിച്ചാൽ ഷോർട്ട് ടൈം കോൺട്രാക്ട് ബേസിലാണ്. ആദ്യമേ 1 വർഷത്തെ കോൺട്രാക്ട് ബേസിലായി ലഭിക്കുക. പിന്നീട് നമ്മളെ ജോലി അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇനി ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതാണ്. ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമെയിലോട് അറ്റാച്ച് ചെയ്യേണ്ടതെന്നും ഇവിടെ എടുത്തു പറയുന്നു. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകളെല്ലാം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണമെന്നും എടുത്ത് പറയുന്നു. അപ്പോൾ അത് മറന്നു പോയിരിക്കണം. ഇനി ഇമെയിലോടൊപ്പം ചേർക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം പേജ് നമ്പർ 6 കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്ത് ഇമെയിലോടൊപ്പം അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ സാധിക്കുന്നവർ എത്രയും പെട്ടെന്ന് അവസാന തീയതിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കുക. ഈ നോട്ടിഫിക്കേഷൻ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക്